അത്തരത്തിലുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ. അതിൽ പരം സന്തോഷം പിന്നെ എന്താണുള്ളത്. നമുക്ക് നോക്കാലോ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ട് എന്ന്. ഇനി അടുത്തതായി പറയുവാനുള്ളത്, ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 195. ശ്രമിക്കുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ വിജയം കൈവരിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. നമസ്കാരം. കണ്ണന് ഗുരുവായൂരപ്പന് എല്ലാവരെയും ഇഷ്ടമാണോ? കണ്ണന് വേർതിരിവുണ്ടോ? പല ഭക്തജനങ്ങൾക്കും സംശയമുള്ളൊരു കാര്യമായിരിക്കും ഇത്. പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അതിയായ ദുഃഖത്താൽ ഇരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകൾ പല ഭക്തജനങ്ങളുടെയും മനസ്സിലൂടെയും കടന്നു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് നോക്കിയിട്ട് കണ്ണൻ പറയാണ്, ദാ ഇത്രയും പേരെ എനിക്ക് ഇഷ്ടമല്ല, ബാക്കിയുള്ളവരെ മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ളൂ, നിങ്ങളങ്ങ് പോയിക്കോളൂ. അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും അല്ലാട്ടോ. ഭഗവാൻ അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെ സ്നേഹമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണന്. എന്നാൽ നമ്മുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ചിലരെ ഭഗവാൻ കൂടുതലായും സ്നേഹിക്കാറുണ്ട്. അത്തരത്തിൽ ഏതെല്ലാം പ്രവൃത്തികളാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം പറയുവാൻ പോകുന്നത്. ഭക്തജനങ്ങൾക്ക്, സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഭക്തർക്ക് അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും കേട്ടോ ഇത്. അതിലൊരു സംശയവും ഇല്ല. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാട്ടോ. അത് എല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ്. എന്നിരുന്നാലും മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാറുണ്ടല്ലോ. എന്നാൽ ചിലർക്ക്, ചില ഭക്തജനങ്ങൾക്ക് ലഭിക്കാറില്ല കേട്ടോ. അവർക്കും ലഭിക്കുകയുള്ളൂ, അവരിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുക ഖേദകരമാണ്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, 5 നമ്മുടെ ഭക്തരുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് സമയം പോലെ വീഡിയോകളിൽ പാർട്ട് 1, ഭാഗം 2, ഭാഗം 3 എന്നിങ്ങനെ പറഞ്ഞു പോകാട്ടോ. ഇനി കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ, ഭക്തരിൽ ആദ്യ സ്ഥാനം വഹിക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുത്ത 5 പ്രവൃത്തികളിൽ ആദ്യ സ്ഥാനത്തെ കുറിച്ചാണ് കേട്ടോ പറയാ. അത് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. നമ്മൾ സാധാരണ എന്തൊക്കെയാണ് കരുതുക? എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോകുന്നവർ, ഭഗവാനെ നിത്യവും ഭജിക്കുന്നവർ, മുടങ്ങാതെ കണ്ണനോട് പ്രാർത്ഥിക്കുന്നവർ എന്നിങ്ങനെയൊക്കെയാണെന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിരന്തരം തൻ്റെ ആശയങ്ങൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ ഭഗവാൻ കൂടുതലായി സ്നേഹിക്കുകയാണ് ചെയ്യുക. ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് നടക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതിപ്പോൾ ജോലിയാകാം, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം. അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചാൽ മാത്രമേ ഭഗവാൻ അത് നമുക്ക് നൽകുകയുള്ളൂ. സന്തോഷപൂർവ്വം നമ്മിലേക്കത് എത്തുകയുള്ളൂ. ഒരു അകമഴിഞ്ഞ കൃഷ്ണഭക്തനോ ഭക്തയോ ആണ് ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ ചിലരുടെ സ്വഭാവം അനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അവര് നേരെ എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കും, ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കും, പൂജകൾ കഴിക്കും. ഭഗവാനെ, എനിക്ക് ഈ വീട് തരണേ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി എത്രയും പെട്ടെന്ന് തന്നെ നീ നൽകണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും അല്ലാതെയും ഒക്കെ പ്രാർത്ഥനയിൽ മുഴുകും. പക്ഷെ ആയതിനു വേണ്ടി ഒരു പരിശ്രമവും ഈ കൂട്ടർ നടത്തുന്നുണ്ടാവില്ല. അതാണ് പറയുന്നത്, പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ എന്തും നേടുവാനായി സാധിക്കുകയുള്ളൂ. ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും. ഈ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സ്വന്തമായി പരിശ്രമിക്കുകയും ചെയ്യും, കൂടെയുള്ളവരെ കൂടുതലായും അവർ ഉയർത്തുകയും ചെയ്യും. അവരെ ഭഗവാൻ 2 കൈ നീട്ടി സ്വീകരിക്കും കേട്ടോ. എന്നും കണ്ണന്റെ ഒരു കണ്ണല്ല, 2 കണ്ണും ഈ കൂട്ടരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി പറയുവാനുള്ളത് ഒരു ശ്രേഷ്ഠമായ സ്വഭാവ സവിശേഷതയെ കുറിച്ചാണ്. മറ്റുള്ളവരെ ചതിക്കാത്ത വ്യക്തികൾ. മറ്റുള്ളവരെ ചതിക്കാതെ ഇരിക്കുക മാത്രമല്ല, ഒരു വ്യക്തിയുടെ സങ്കടത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കി അവരെ കൂടുതലായും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായി ഉണ്ട് എങ്കിൽ അതിൽ പരം പുണ്യം പിന്നെ എന്താണ് വേണ്ടത്? ഒരാളുടെ സങ്കടം അതെന്താണെന്ന് ചോദിക്കുവാനായി നമുക്ക് സാധിക്കും.
അവരെ ഒന്ന് സഹായിച്ചെന്നും വരാം ചിലപ്പോൾ. പക്ഷേ അവരുടെ കൂടെ ഇരിക്കുകയും അവരെ കൂടുതലായി നമ്മൾ സന്തോഷിപ്പിക്കുകയും ആദ്യം പറഞ്ഞതുപോലെ ആ സങ്കടത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന വ്യക്തികൾ അവരെന്നും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. ഇതേപോലെയുള്ള ഭക്തരായ കൂട്ടുകാർ, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് പുണ്യം തന്നെയാണ് കേട്ടോ. അത്തരത്തിലുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ. അതിൽ പരം സന്തോഷം പിന്നെ എന്താണുള്ളത്. നമുക്ക് നോക്കാലോ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ട് എന്ന്. ഇനി അടുത്തതായി പറയുവാനുള്ളത് നമ്മുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വാക്കുകൾ അത്രമാത്രം മൂർച്ചയേറിയതാണ്. ഒരു വ്യക്തിയെ കത്തി കൊണ്ട് നമ്മൾ ചെറുതായിരുന്നു മുറിവേൽപ്പിച്ചു എന്നിരിക്കട്ടെ, അവരുടെ ദേഹത്ത് പാടുണ്ടാകാം. പക്ഷെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പാടുകളെല്ലാം മാഞ്ഞെന്ന് വരും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകളാൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വേദന, അവ കൊടും വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. തന്റെ മരണം വരെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ ആ വാക്ക് ഒരു തീരാ മുറിവ് പോലെ അവരുടെ മനസ്സിൽ എന്നും കിടക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മൾ കരുതും അതൊക്കെ അവർ മറന്നിട്ടുണ്ടാകും എന്ന്. നമ്മൾ പറഞ്ഞിട്ടുള്ള മോശം വാക്കുകളൊക്കെ ഉണ്ടല്ലോ, സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ അതൊക്കെ അവർ മറന്നിട്ടുണ്ടാകും, ഇനി അതൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താണ് ഫലം എന്നൊക്കെ കരുതുന്നുണ്ടാകും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. അതൊരു തീരാ വേദന തന്നെയാണ്, കൊടും വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ഇത് ഇവിടെ പറയുവാനുള്ള കാര്യം, വാക്കുകൾ അത് വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, എപ്പോഴും നർമ്മം മാത്രം പറയുന്നവർ, അവരുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നവയായിരിക്കും, വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവയായിരിക്കും. അത്തരത്തിലുള്ള ഭക്തജനങ്ങളെ ഭഗവാന്, സാക്ഷാൽ ഗുരുവായൂരപ്പന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ അവരിലൊരാളായിരിക്കാം, മറ്റുള്ളവരെ നോവിക്കാതെ, വാക്കുകൊണ്ട് നോവിക്കാതെ ഇരിക്കുന്നവരായിരിക്കാം. ഇനി അതല്ല, അത്തരത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകാം. ഒരു ചെറു പുഞ്ചിരിയോടെ ആവാം ചിലപ്പോൾ ഈ ശ്രേഷ്ഠമായ വീഡിയോ നിങ്ങൾ കാണുന്നത്. എന്തായാലും ഈ 3 പ്രവൃത്തികളും ചെയ്യുന്ന ഭക്തജനങ്ങളെ ഭഗവാന് വളരെയേറെ ഇഷ്ടമാണ്. വീഡിയോയുടെ തുടക്കം 5 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ 3 പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ സമയം ഏറെക്കുറെയായി. അത് വിശദീകരിക്കണമല്ലോ, നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാകണമല്ലോ, അതാണ് കേട്ടോ നീണ്ടുപോയത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഭാഗം 1, ഭാഗം 2, 3 എന്നിങ്ങനെ സ്ഥിരമായിടുന്ന വീഡിയോകളുടെ ഇടയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഇട്ടുപോകാം. ചിലപ്പോൾ അത് തുടർച്ചയായി വന്നെന്നിരിക്കും. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തുടക്കമേ പറഞ്ഞ പോലെ അത് താഴെ എഴുതി അറിയിക്കുക. ഇപ്പോൾ ഒന്നും പറയുവാനില്ലെങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ ഹരേ കൃഷ്ണ, ഹരേ രാമ, ഓം നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഭഗവാന്റെ വചനങ്ങൾ കൂടി താഴെ എഴുതിയിടുവാൻ ഭക്തർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും അയക്കുന്ന കമൻറ്റുകളൊക്കെ ഞങ്ങൾ കാണുവാറുണ്ട്. പരമാവധി മറുപടി നൽകുവാനും ശ്രമിക്കാറുണ്ട്. പക്ഷെ കുറേയൊക്കെ തന്നു കഴിയുമ്പോഴത്തേനും നമ്മളൊന്നും മടുക്കൂലോ, അതാണ് പിന്നെ തരാൻ പറ്റാത്തത് കേട്ടോ. എന്നാലും നിങ്ങൾ എഴുതിക്കൊള്ളുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഗുരുവായൂരിൽ നിന്നും വിഷ്ണു ആണ്. വിഷ്ണു രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം. ചെറുപ്പക്കാരനാണ് കേട്ടോ. 10 പേർക്കുള്ള നാരായണീയം ഗ്രന്ഥമാണ് അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുള്ളത്, ദാനമായി നൽകിയിട്ടുള്ളത്. എന്താഗ്രഹം പ്രതിയാണോ, അതിപ്പോൾ ജോലിയാവാം, എന്തുമാകാം, എന്താഗ്രഹം പ്രതിയാണോ അദ്ദേഹം ഈ ശ്രേഷ്ഠമായ ഗ്രന്ഥം 10 ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മുൻകൈ എടുത്തത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും വിഷ്ണുവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പാകലാം. നന്ദി, നമസ്കാരം.